ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ നഗരം കത്തിയിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിനെതിരായി സൈനിക നടപടി തടയാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മേഖലയിലെ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യ വീണ്ടും അസമാധാനത്തിന്റെ പിടിയിലേക്ക് അമരുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ, മറുവശത്ത് ഇറാൻ. എങ്ങനെയാണ് കാര്യങ്ങളെ ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടത്? നീലിമ, തീർച്ചയായും ശക്തമായ ഒരു പ്രതികരണമാണ് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. തുടർന്ന് ഇറാൻ തിരിച്ചടികൾ ആരംഭിക്കുകയും ചെയ്തു, തിരിച്ച് ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് അന്തിമമായൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ ഇറാന് നൽകിയിരിക്കുകയാണ്. അത് കൃത്യമായ മുന്നറിയിപ്പാണ്. ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ടെഹ്റാനെ ചാമ്പലാക്കും അല്ലെങ്കിൽ തച്ച് തകർക്കുമെന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായൊരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സമാനമായി ഇറാൻ്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തങ്ങളുടെ ആക്രമണം, അതായത് നേരത്തെ ഉണ്ടായ ആക്രമണത്തിനുള്ള തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ നീക്കുന്ന നടപടികളെല്ലാം തന്നെ എന്തെങ്കിലും രീതിയിൽ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമുക്കറിയാവുന്നതാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഇറാൻ്റെയും ആ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ സൈനിക വിന്യാസം US-നും ഫ്രാൻസിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കുമുണ്ട്, ബ്രിട്ടനുമുണ്ട്. ഇത്തരത്തിൽ സൈനിക കപ്പലുകളുണ്ട്, യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യമുണ്ട്. ഈ സംവിധാനങ്ങൾ, ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിന്, അല്ലാതെയോ ഉള്ള പ്രതികരണത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ഈ US-ൻ്റെയും ഫ്രാൻസിൻ്റെയും ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുമെന്ന കൃത്യമായൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. അതായത് പരസ്പരം വെല്ലുവിളി നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായൊരു ആക്രമണമാണ് ഇറാനെതിരെ ഇസ്രായേൽ നടത്തുകയും ചെയ്തത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ആണവ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം തകർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണവ സമ്പത്ത്, ആണവ സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ചില രാസമാലിന്യീകരണം ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അപകടകരമായ റേഡിയോ ആക്റ്റീവ് അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തേക്ക് വരുന്ന റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ എന്തിനാണോ നടത്തിയത് അത് പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നു എന്ന് കൂടിയാണ് ഈ സംഭവവികാസത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, ഓക്കെ. പശ്ചിമേഷ്യ വീണ്ടും അസമാധാനത്തിന്റെ പിടിയിലേക്ക് അമരുകയാണ്. വിവരങ്ങളാണ് ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്.